ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടിപ്പട്ടാൾസ് എല്ലാം ആടെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുള്ളത് വേറെ എവിടെയും അല്ല, കുന്നുങ്കൈ. അപ്പോൾ കുന്നുങ്കൈ നമുക്കൊരു നോമ്പ് തുറയുണ്ട്, അപ്പോൾ അടുത്തേക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാമെന്ന്. അപ്പം കുന്നുങ്കൈ നമ്മൾ ആരുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെയോളം പേരെയാണ് കുന്നുങ്കൈ. അപ്പം അവരെ എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ അടുത്തേക്ക് ഓൾക്ക് പെരുന്നാക്കിലെ ഡ്രസ്സും കൊണ്ട് പോവാന്ന്, നമ്മൾ ഫാമിലി ആയിട്ട് പോവാന്ന് പെരുന്നാക്കിലെ ഡ്രസ്സും കൊണ്ട്. അപ്പോൾ നമുക്കവിടെ നോമ്പ് തുറയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുന്നുങ്കൈ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അടുത്തേക്ക് പോകുന്നത്. ഞാൻ കുന്നുങ്കൈ പറയുന്നത് കേട്ടിട്ടേ ഇല്ല, നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെ വലിയ ക്ഷീണം പിടിച്ചിട്ടില്ല. പിന്നെ ആ നോമ്പ് നോക്കിൻ്റെ ഒരു ക്ഷീണം, മറ്റച്ചാലല്ലാണ്ട് വലിയ രാത്രി ചെയ്തതിൻ്റെ ഒരു ക്ഷീണമില്ല, അത്ര ദൂരമല്ല അല്ല. അങ്ങനെ പുള്ളെല്ലാം കാറിൽ ചില്ല് ചെയ്തുകൊണ്ട് നിൽക്കാന്ന്. എൻ്റെ മോളും ഉണ്ട് കയ്യിൽ. കുന്നുങ്കൈ എന്ന് പറയലുണ്ട്, പറ്റ കുന്നാന്ന്. കുന്ന് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുന്നവരെ കുന്ന് തന്നെയാണ്, പറ്റ കുന്നാണ്. അടുത്തുന്നവരെ കുന്ന് മല അങ്ങനെ എല്ലാം ആണ് കേട്ടോ നമ്മൾ കണ്ടത്. പക്ഷെ നല്ല ഉണ്ടായിന് കേട്ടോ, യാത്ര ചെയ്യാൻ നല്ല പാങ്ങുണ്ടായിന്. ഒന്നാമത് നമ്മൾ ഫാമിലി ആയിട്ട് പോയതല്ലേ, അപ്പം നല്ല വൈബ് ഉണ്ടായിന്. നമ്മൾ ഇവിടുന്ന് വിട്ടത് എത്ര മണിക്ക്, 5 മണിക്കാവട്ടെ അങ്ങനെ എന്തോന്ന് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് വിട്ടിന്. പിന്നെ അവിടെ എത്തിയത് എത്ര മണി, 6 മണിയാകുമ്പോൾ എത്തിനെന്ന് തോന്നുന്നു, നേരം അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഇതുവരെ പെരൻ്റെ ബാക്കിലാന്ന് കേട്ടോ. അവിടെ ഫുള്ള് എന്ത് പറയല്, തോടോല് പുഴയില്ലേ, ആ പുഴയിൽ നിന്ന് അവർക്ക് കുളിക്കാനെല്ലാം പറ്റുമല്ലോ. ഇപ്പം വെള്ളം അത്ര ഇല്ല, മഴക്കാലത്തിൽ ഭയങ്കര വെള്ളം നിൽക്കുമല്ലോ, പെരുടെ മുറ്റം വരെ വെള്ളം നിൽക്കുന്ന അവർ പറഞ്ഞേ. അങ്ങനെ നമുക്ക് നോമ്പറിക്കാൻ സമയമായി, എന്തെല്ലോ ആക്കിനിട്ട് അവർ റോള് അത് ഇത് നല്ല പറഞ്ഞ കണക്ക് നോമ്പെല്ലാം മുറിച്ച് കുഞ്ഞെല്ലാം അവിടെ ഇരുന്ന് കളിക്കാമെന്ന്. പിന്നെ നമുക്ക് കുറച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് അപ്പോൾ നമുക്ക് തിന്നാനും അതുപോലെ ബിരിയാണി, നെയ്പ്പത്തൽ, പത്തൽ, പിന്നെ അടുത്ത അവരെന്തോ സ്പെഷ്യൽ അപ്പം ഉണ്ടായിന്. അങ്ങനെ നല്ല തിന്നതിന് പുള്ളെല്ലാം അവിടെ ഷട്ടിൽ കളിക്കാമെന്ന്. പിന്നെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് സമയം ഒരു 9:30 മണി അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പെരയിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മളിത് കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മൾ പെരക്കെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പെരക്കെത്തി ഡ്രസ്സെല്ലാം ചെയ്താക്കി നമ്മൾ ഫ്രഷായിട്ട് കടന്നുറങ്ങി വെച്ചാൽ നല്ല ക്ഷീണം ഉണ്ടായിന്. നോമ്പ് നോക്കിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കയ്യായത്തം പോലെ തന്നെയാണ്, തലവേദനയും അതും ഇതും നല്ല പറഞ്ഞ കണക്ക്. അങ്ങനെ നമ്മൾ പെരയിലേക്ക് എത്തി. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും കുറേ വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ.